മാരിറ്റൽ ലൈഫിൽ ഒന്നിലധികം പാർട്ട്നേഴ്സ്, സെക്സ് മാത്രമാണോ ഇതിൻ്റെ ഒരു കാര്യം? അങ്ങനെയാണെന്ന് നമ്മളിൽ പലരും വിശ്വസിക്കുന്നുണ്ടെങ്കിലും സെക്സ് മാത്രമല്ല അതിൻ്റെ റീസൺ. പലപ്പോഴും കൗൺസിലിങ്ങിനിടയിൽ ഇടറിയ ശബ്ദത്തോടെ പാർട്ട്നേഴ്സ് തമ്മിൽ പറയുന്നത് കേൾക്കാം, ഞാനിതെല്ലാം എന്നെ തന്നെ നിങ്ങൾക്ക് തന്നിട്ടും നിങ്ങൾ എന്നോട് ഇത് ചെയ്തില്ലേ, നിങ്ങൾ ഇത്രയും നാളും എന്നെ ചീറ്റ് ചെയ്യായിരുന്നില്ലേ എന്ന് പരസ്പരം കുറ്റപ്പെടുത്തുന്നത് കേൾക്കാം. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഫ്രീഡം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പുറത്ത് എക്സ്ട്രാ മാരിറ്റലുള്ള ഒരു ആളുടെ അടുത്ത് എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ വളരെ ക്ലിയർ ആയിട്ട് അവർ പറയുന്ന ഒരു ഉത്തരവുണ്ട്, മാം, ആ റിലേഷൻഷിപ്പ് എനിക്കൊരു കംഫർട്ട് സോൺ ആണ് എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ കംഫർട്ട് സോൺ? നമ്മുടെ പാർട്ട്ണർ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ വൾണറബിലിറ്റീസും വളരെ ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റുന്ന ഒരാളാണ്. ഹസ്ബൻഡിന് വൈഫിനെ കുറിച്ചും വൈഫിന് ഹസ്ബൻഡിനെ കുറിച്ചും വളരെ വ്യക്തമായി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ധാരണ ഉണ്ടാവും. ഇതില്ല എന്നുള്ളതാണ് എക്സ്ട്രാ മാരിറ്റൽ അഫെയറിൻ്റെ ഒരു പ്ലസ് ആയിട്ട് എല്ലാവരും കാണുന്നത്. അതായത് ഒരു ഫേക്ക് ഫേസ് എടുത്ത് അണിയാൻ പറ്റും നമുക്ക് ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഉള്ള ഒരാളുടെ അടുത്ത്. നമ്മുടെ വൾണറബിലിറ്റീസ് കാണിക്കേണ്ട, നമുക്ക് അവിടെ ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ല, ഒരു ബൗണ്ടറിയും ഇല്ല, ഒരു റൂൾസും ഇല്ല, ഒരു റെഗുലേഷൻസും ഇല്ല, നമ്മൾ ഒന്നിനും റെസ്പോൺസിബിളും അല്ല. അങ്ങനെ ഒരു കാര്യം വരുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. കല്യാണം കഴിക്കുന്നതിന് മുന്നേ ഉള്ള ഒരു സ്പേസ് നമുക്ക് കിട്ടിയതുപോലെ നമുക്ക് തോന്നും. അത് വെറും ഒരു തോന്നലാണ് എന്ന് ആണും പെണ്ണും തിരിച്ചറിയുക. ഫാമിലിയാണ് നമ്മുടെ ഒരു സൊസൈറ്റിയുടെ ബോണ്ട് എന്ന് തിരിച്ചറിയുക. അതെന്ന് നമ്മൾ തിരിച്ച് മനസ്സിലാക്കുന്നുവോ, നമ്മളെ പാർട്ട്ണർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്നതിലുള്ള അൾട്ടിമേറ്റ് സ്പേസ് കൊടുക്കാൻ ശ്രമിക്കുക. അവരൊരു വ്യക്തിയാണെന്നും അവർക്ക് അവരുടേതായ ആഗ്രഹങ്ങളുണ്ടെന്നും സ്വപ്നങ്ങളുണ്ട് എന്നുള്ളത് തിരിച്ചറിയുക, കൂടെ നിൽക്കുക. ഒരു പരിധി വരെ നമുക്ക് നല്ല മാരിറ്റൽ ലൈഫ്സ് ഉണ്ടാവും. താങ്ക് യു.